ബോറോൺ ചെടികൾക്ക് വേണ്ട ഒരു മൈക്രോ ന്യൂട്രിയൻ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ അളവിൽ വേണ്ട ഒരു പോഷണം. 1 ലിറ്റർ വെള്ളത്തിൽ 1 ഗ്രാം കലക്കാനാണ് പറയുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ഏകദേശം 400 ml ഉള്ളൂ. അപ്പോൾ അതിന് കണക്കാക്കി കുറച്ച് കുറവെടുത്ത് കലക്കി, എന്നിട്ട് കോളിഫ്ലവറിൻ്റെ ഇലകളിൽ തെളിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ തെളിക്കാനുള്ള അതിൻ്റെ സ്പ്രേ മെക്കാനിസം കേടായതുകൊണ്ട് വെറുതെ കുലുക്കി തെളിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ശരിയായ രീതിയിലുള്ളൊരു തെളിക്കലല്ല. പറയുന്നത് ഇതിൻ്റെ ഇലകളുടെ 2 വശത്തും തെളിക്കണം എന്നാണ്. ഇപ്പോൾ നിലത്തുള്ള ചെടിയുടെ ഇലകളുടെ അടിവശത്ത് തെളിക്കാൻ എന്നെ കൊണ്ട് വിചാരിച്ച് നടക്കില്ല. സൈഡ് കൂടെയൊക്കെ ഒന്ന് കുലുക്കി നോക്കുന്നുണ്ട്, ഒരുവിധമൊക്കെ ഒന്ന് കയറട്ടെ. അപ്പോൾ ഈ ബോറോൺ കുറവുണ്ടെങ്കിലും ചിലപ്പോൾ കോളിഫ്ലവർ ചെടിക്ക് കോളിഫ്ലവർ ഇല്ലാതിരിക്കാം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പരീക്ഷണം. ബാക്കി എല്ലാ പരീക്ഷണങ്ങളും ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പം ഇതിൻ്റെ എന്താ വെച്ചാൽ ഇത് കുറേ കാലമായിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല നീളത്തിലുള്ള തണ്ടൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ കോളിഫ്ലവർ ഉണ്ടാവണില്ല. ആദ്യത്തെ ചെടി കുറേ കാലമായിട്ടുണ്ട്. അതിൽ നിന്ന് ലെയറിങ് ചെയ്തുണ്ടാക്കിയതാണ് മറ്റേ ചെടി. രണ്ടും വളർച്ചയ്ക്ക് യാതൊരു കുറവുമില്ല. അപ്പോഴാണ് രണ്ടാമത്തെ ചെടിച്ചട്ടിയിൽ നിന്ന് മാറ്റി മണ്ണിലേക്ക് നട്ട്. മണ്ണൊക്കെ ഇവിടെ വളരെ കുറവാണ്. ഉള്ളൊരു സ്ഥലത്ത് കുറച്ച് എങ്ങനെയൊക്കെ മണ്ണുണ്ടാക്കി നിലത്തേക്ക് നട്ടു. എന്നാലെങ്കിലും കോളിഫ്ലവർ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതിന് കാരണം വേറെ ഒന്നുമല്ല, മുമ്പ് പറമ്പിൽ നട്ടിരുന്ന കോളിഫ്ലവറിൽ കുറച്ച് കോളിഫ്ലവർ ഉണ്ടായിട്ടുണ്ട്, പല ചെടികളിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആദ്യം ഒരെണ്ണം ഉണ്ടായിട്ട് പിന്നെ കുറേ ചെറുതും ഉണ്ടായിട്ടുണ്ട് സൈഡ് ബ്രാഞ്ചിൽ. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെടിച്ചട്ടിയിൽ ഒരു തവണയായിട്ട് കോളിഫ്ലവർ ഉണ്ടായി, പക്ഷെ അത് ഉപയോഗം ഉണ്ടായില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് കേടായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് നിലത്തേക്ക് മാറ്റി നടാൻ കാരണം. ഇനിയിപ്പോൾ ബോറോണിൻ്റെ കുറവ് വേണ്ട, അതും കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ആ 400 ml കലക്കിയത് മുഴുവൻ ഇലയിൽ കുടഞ്ഞു തീർക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ ആ ചെടിച്ചട്ടിയിലും നിലത്തുള്ള ചെടിയുടെ കടക്കിലൊക്കെ ആയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തു. ഇനി കാണാൻ എന്താ ഉണ്ടാവണേന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നോക്കാം.